വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയിലേക്ക് കടന്നു വരുവാൻ ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രി ദൈവം നമ്മെ അത്ഭുതകരമായി സഹായിപ്പാൻ ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ദൈവം നമുക്ക് ദാനം നൽകി. ഈ രാത്രിയിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ദൈവസന്നിധാനത്തിങ്കൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്നത് നമ്മുടേതായ വ്യക്തിപരമായ വിഷയങ്ങൾക്കും കുടുംബങ്ങളുടെ വിഷയങ്ങൾക്കും സഭയുടേതായ അവസ്ഥകൾക്കൊക്കെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ അനേക വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളെയൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വഹിച്ച് നമ്മൾ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുകയാണല്ലോ. ചെയിൻ പ്രയറിലൂടെയും മറ്റ് പ്രാർത്ഥനകളിലൂടെയും ഒക്കെ നമ്മളത് ദൈവസന്നിധാനത്തിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളാണല്ലോ. വിഷയങ്ങൾക്കൊക്കെ ദൈവം ഇതുവരെയും മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നുവരെയും നമ്മെ തള്ളിക്കളയാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്തവനായ ദൈവം, ഇന്നലെ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതുപോലെ കരുണ തീർന്നു പോയിട്ടില്ലാത്ത കർത്താവ്, ഈ നിമിഷം വരെയും ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചതോർത്ത് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും നാം തിരുവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഇന്ന് രാത്രി നമ്മുടെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയി ഫിലിപ്പ് അവറുകളാണ്. പ്രിയാങ്കൾ, ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറേണ്ടതിനു വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കാമെന്ന് ആശിക്കുന്നു. കേൾക്കാച്ചാ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം പറയുന്നു. ഈ സൂം മീഡിയത്തിൽ കൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അപ്പൊ തന്നെ സഭയിലുള്ള എല്ലാ വാത്സല്യ ദൈവജനത്തിനും വേഗം വരുന്നവനായ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെയും എന്റെയും കുടുംബത്തിന്റെയും വന്ദനം അറിയിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിൽ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്നതായ ബഹുമാനനായ ദൈവദാസൻ പാസ്റ്റർ നെബോ മാസൻ അവരുടെ കുടുംബം, ശ്രേഷ്ഠ ദൈവദാസന്മാർ പാസ്റ്റർ ഒ കുഞ്ഞുമോൻ കുടുംബം അവരുകൾ, പാസ്റ്റർ തോമസ് ജോർജ് അവരുകൾ കുടുംബം, ഇവാഞ്ചലിസ്റ്റ് സാൽമോൻ ബി തോമസ് അവരുകൾ കുടുംബം, പരേതനായ പാസ്റ്റർ ഗീവർഗീസ് കുടുംബം, വത്സല കുഞ്ഞോൾ സിസ്റ്റർ, ജിജിമോൻ അവരുകൾ കുടുംബം, അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മുടെ അന്യോന്യമുള്ളതായ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. നമ്മളെ കുറിച്ചുള്ളതായ ദൗത്യ ഈ ദിവസങ്ങളിലായിരിക്കുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നല്ലോ. നമുക്ക് സഭ കൂടി വരുവാൻ, ഫിസിക്കലായിട്ട് കൂടി വരുവാൻ സാധിക്കുന്നില്ല. ആമേൻ. ദൈവം ഈ ബാധയ്ക്ക് ഒരു അറുതി വരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കും, നിന്റെ വചനത്തിൽ ഞാൻ പുകഴും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പുകഴുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഈ തിരുവചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആമേൻ, നമുക്കൊരു ഭയപ്പാടുണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അത് നമ്മുടെ നസറേനായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. വിവിധങ്ങളായ അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 45-ൽ പരം വർഷങ്ങൾ ഈ ദേശത്തായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ആമേൻ. വിവിധങ്ങളായ പ്രയാസങ്ങളെ, കഷ്ടങ്ങള്, രോഗത്തിന്റെ ബന്ധങ്ങളൊക്കെയും വന്നുകൂടിയപ്പോൾ ആമേൻ, എന്റെ ആശ്രയം ദൈവത്തിലായിരുന്നത് കൊണ്ട് ദൈവം എന്നെ പരിപാലിച്ചു. ആമേൻ. എനിക്ക് ദൃഢമായി പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ ദേശത്ത് കർത്താവ് ഈ അനേക പ്രതിസന്ധികളും ആമേൻ ഒക്കെ ഉണ്ടായപ്പോൾ ദൈവം നമ്മെയും നമ്മുടെ കുഞ്ഞുകുട്ടികളെയും തീമതിനുള്ളിൽ സൂക്ഷിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ആമേൻ. ദൈവത്തിന്റെ ദാസൻ
ആമേൻ എന്നോട് വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്തസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ച ഒരു വാക്യം മാത്രം ഞാൻ വായിച്ച് ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതിനെക്കുറിച്ച് വിപുലമായി സംസാരിപ്പാൻ എനിക്ക് ദൈവം തന്നിട്ടുള്ളതായ കഴിവനുസരിച്ച് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവചനത്തിലില്ലാത്തതായ വാക്യങ്ങൾ വായിക്കാനൊക്കത്തില്ല. ഈ വാക്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന വാക്യങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് വായിക്കാം. സ്തോത്രം. ഒരു വാക്യം. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. പ്രൈസ് ഗോഡ്. നമുക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ചിന്ത ഇല്ലാത്തതായ അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാത്തതായ ഒരു ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു അവസരം ഇല്ലാത്തതായ സാഹചര്യം ഇല്ലാത്തതായ വ്യക്തിത്വങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഇറ്റ് ക്യാൻ ബി ഫൈനാൻഷ്യൽ, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫാമിലി, ബി ഇറ്റ് എനിത്തിങ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെ അപ്പോസ്തലൻ പറയുകയാണ് ഇവിടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. അവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം അല്ലെങ്കിൽ നസറേനായ അവന്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ഒരു ചിന്താകുലമല്ല. ആമേൻ. മോസ്റ്റ് ഓഫ് ദ ചിന്താകുലങ്ങളല്ല. ആമേൻ. മറിച്ച് ആമേൻ നിന്റെ സകല ചിന്താകുലവും ആമേൻ കാസ്റ്റ് അപ്പോൺ ഹിം. പ്രൈസ് ഗോഡ്. സ്തോത്രം പറഞ്ഞ ദൈവജനമേ. ഹല്ലേലൂയ. ആമേൻ. ഒരു ചിന്താകുലമല്ല. ഒരുപക്ഷെ നിന്റെ ഒരു ഫൈനാൻഷ്യൽ മാത്രമല്ല, അനേക ചിന്താകുലങ്ങളിൽ ആമേൻ അകപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ്. ആമേൻ. വല്ലവിധേന ഈ ബാധ ഒഴിഞ്ഞു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. വിവിധങ്ങളായ ക്ലേശങ്ങൾ ഉള്ളവരുണ്ട്. ആമേൻ. നാട്ടിൽ പോകാൻ സാധിക്കാത്തവരുണ്ട്. ആമേൻ. കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ സംസാരിക്കുകയാണ്. ആമേൻ. മേ ഇറ്റ് ബി എനിത്തിങ്. എന്തോ ആയാലും ദൈവത്തിന് സ്തോത്രം. സകല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്നതും ടെൻഷനായിട്ടുള്ളതും ഡിസ്ട്രസിംഗ് ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആമേൻ കാസ്റ്റ് അപ്പോൺ ഹിം. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനും വിശ്വസിക്കാൻ കഴിയും ദൈവജനമേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക. ആമേൻ. അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ഗോഡ്. നിന്റെ ഭാരം കൊണ്ടല്ല എന്നോട് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സേട്ടന്മാരോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിന്റെ ഭാരം എന്തായാലും നീ ദൈവത്തോട് പറ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മരിച്ചവരിൽ ആദ്യജാതനും ആമേൻ ഹല്ലേലൂയ ജീവിക്കുന്നവനും ആമേൻ മരണമില്ലാത്തവനും നിത്യനുമായ ഒരു ദൈവമാണ്. അവൻ നിന്നെ പുലർത്തും. സ്തോത്രം പറയാൻ സാധിക്കണോ ദൈവജനമേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. അനേക സന്ദർഭങ്ങളിൽ നമ്മൾ ഈ വാക്യം വായിച്ച് അനേക അഗാധമായ ചിന്തകൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഞാൻ ഇന്ന് I am speaking to you in simple words. Hallelujah. Whatever be your problems, amen. Hallelujah. അതെന്തുമായിക്കൊള്ളട്ടെ, ആമേൻ, നിന്റെ ഭാരം യഹോവയോട് സമർപ്പിക്ക. അവനോട് പറ. ആമേൻ. അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. എന്തോ ബെസ്റ്റ് അഷുറൻസ് എന്ന് നോക്കി. ഇതുപോലൊരു അഷുറൻസ് നമുക്ക് കിട്ടാനുണ്ടോ? ഇനി നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് അഷുറൻസ് ഇല്ലാതിരിക്കുമ്പോൾ എന്റെ ദൈവ സന്നിധാനത്തിൽ നീ വാമുട്ടുകുത്ത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. യുവർ ഡേ ടു ഡേ ലൈഫ്, ആമേൻ, അവർ ഗോഡ് ഈസ് ഏബിൾ ടു ഹല്ലേലൂയ കീപ് യു. ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നെ 37-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ അത് നിർവഹിക്കും. സ്തോത്രം. ഭാരമുള്ളവരെ ദൈവസന്നിധാനത്തിൽ വാ.
വഴിയടഞ്ഞവരെ ദൈവസന്നിധാനത്തിൽ വാ. എന്റെ ദൈവത്തിനൊരു വഴിയുണ്ട്. സ്തോത്രം പറയാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അബ്രഹാമേ, മോറിയ മല ചവിട്ടിക്കയറുമ്പോൾ ആമേൻ സ്വന്തം മകൻ, ആമേൻ സ്വന്തം രക്തത്തിൽ നിന്നുള്ള ഒരുവൻ, ആമേൻ വാക്കത്തെ പ്രകാരം ജയിച്ചവൻ, അവൻ ചോദിക്കുകയാണ്, അപ്പാ പ്രൈസ് ദി ലോർഡ്. എന്താ ചോദിക്കുന്നത്? ഹല്ലേലൂയ. കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? ദൈവത്തിന് സ്തോത്രം. സ്തുതി പറയാനൊക്കെ ദൈവജനമേ, നിന്റെ വഴിയാത്രയിൽ നിന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ, ആമേൻ ആമേൻ, ചോദ്യങ്ങൾ നിന്റെ നേരെ ഉയരുമ്പോൾ നിനക്ക് പറയാൻ സാധിക്കണം, യഹോവ നോക്കിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവം കരുതിക്കൊള്ളും. നീ ഏതൊരു സാഹചര്യത്തിൽ നീ മനസ്സ് നേർന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സിന്ന് പാത്രിക്കാലം നേറുന്നുണ്ടെങ്കിൽ ഒരാശ്രയ പോയിന്റ് ഉണ്ട് ദൈവജനമേ. ആമേൻ. എന്റെ ദൈവം കരുതിക്കൊള്ളും, എന്റെ ദൈവം കരുതിക്കൊള്ളും. നിങ്ങൾ വേണമെന്ന് വായിച്ചു. ആമേൻ. 22:7 വായിക്കാം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് ഫാദറായ അബ്രഹാമിനോട് എന്ന് പറഞ്ഞതിന് അവൻ എന്താവുന്ന മകനെ എന്ന് പറഞ്ഞു. സ്തോത്രം. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ഒന്ന് ചോദിച്ചു. നിർത്തണേ. നിനക്ക് ഉത്തരം മുട്ടുന്ന സമയം വരും. ആമേൻ. ദൈവത്തിന് മഹത്വം. സ്തുതി പറയാനൊക്കെയുണ്ടോ ദൈവജനമേ? ആമേൻ. നിനക്ക് ഉത്തരം മുട്ടുന്ന സമയം വരും. ആമേൻ. എന്നാൽ ആശ്രയം അബ്രഹാം ആശ്രയം ദൈവത്തിൽ നിന്ന് വിട്ടില്ല. എന്റെ ദൈവം, ദൈവത്തിന് മഹത്വം. അവൻ കരുതുന്നവനാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ ശക്തി, ഈ വിശ്വാസത്തിന് പറയുന്നത് വിലയേറിയ വിശ്വാസം എന്നാണ്. ദൈവജനമേ, നമുക്ക് വിലയേറിയ വിശ്വാസം തന്നിരിക്കുന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് വിലയേറിയ വിശ്വാസം. Our God will, hallelujah, amen, provide for us. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ആമേൻ. കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ആമേൻ. വേണമെന്ന് വായിച്ചേ, കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കൊളോസ്യ ലേഖനം 1:17 വാക്യം വായിക്കാം. പ്രൈസ് ഗോഡ്. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, ഇവനാണ് സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, നസ്രായനായവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കും. ഇവനാണ് സകലത്തിലും ആധാരമായിരിക്കുന്നവൻ. പിന്നെന്താ എഴുതിയിരിക്കുന്നേ? വായിച്ചേ. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ, ആധാരവൻ, മുമ്പേ ഉള്ളവൻ. ആമേൻ. അവൻ സഭ എന്ന ശരീരം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് മഹത്വം. നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വങ്ങളാണ് ദൈവജനമേ. ആ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഇവനാണ് കരുതുന്നവൻ, ഇവനാണ് മുൻപൻ, സകലത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ കരുതുവാൻ ശക്തൻ. ഇന്ന് സന്ധ്യയെങ്കിൽ ആർക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ സാധിക്കും? രക്തം ചെവടിക്കാൻ ദൈവത്തിന് മഹത്വം. ആർക്ക് സ്തോത്രം പറയാൻ സാധിക്കും? ഇവനാണ് കരുതുവാൻ ശക്തിയുള്ളവൻ. രക്തത്താൽ ചെവടിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, മഹത്വം. നീ മോറിയുടെ മണ്ടയ്ക്ക്, മലയുടെ മണ്ടയ്ക്ക് ഹല്ലേലൂയ ചിന്തയുള്ളവനായി നിനക്ക് ഹല്ലേലൂയ ഉത്തരം മുട്ടുമ്പോൾ, നിനക്ക് ചില സാഹചര്യങ്ങൾ നിനക്ക് ഉത്തരം മുട്ടി ഹൃദയം നുറുങ്ങുമ്പോൾ, ആമേൻ, സകലത്തിനും മുമ്പേ ഉള്ളവൻ നിന്നോട് കൂടെയുണ്ട്. സകലത്തിനും കാരണഭൂതനായ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നമുക്ക് എത്ര പേർക്ക് സ്തോത്രം പറയാൻ സാധിക്കും ദൈവജനമേ? ഇത് ഹല്ലേലൂയ മൂട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്തോത്രം പറയാൻ സാധിക്കുന്നുണ്ടോ? രക്തത്താൽ ക്ഷമെടുക്കുകയാണ്. കുറിവാക്യം മറക്കരുത്. ആമേൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, ആമേൻ, ചിന്തവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ആമേൻ. ഒരു 4-5 ആമേൻ പർട്ടിക്കുലർ ആയിട്ടുള്ളതായ വാക്ക് ഞാൻ നിങ്ങളോട് ആമേൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. The God we serve, ആമേൻ, is a God who protects you. ദൈവത്തിന്റെ ആർക്കും സാധിക്കും. ആമേൻ. The God you serve, hallelujah, is able to protect you. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും
നിനക്ക് അവിടുന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തില് ദൈവജനമേ, ഐപിസിയിലെ ഫിലാദൽഫിയയിലെ ദൈവജനമേ, ഞാൻ നിങ്ങളോട് എന്ന് പറയുകയാണ്. ആമേൻ. നമ്മുടെ ബുദ്ധിക്കപ്പുറമായിട്ട് മുൻപേ ഉള്ളവൻ നിന്നോട് കൂടെയുണ്ട്. He is able to protect you in every circumstances. Amen. In ridiculous situations. Amen. എത്ര പേർക്ക് സ്തോത്രം പറയാൻ സാധിക്കും? രക്തത്താൽ ചെവിടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. The God we serve, hallelujah, the God that you serve, hallelujah, he is, hallelujah, he is a mighty God, he is a sovereign God, everything is under his, hallelujah, protection. Praise the Lord. Amen. സ്തുതി പറയുകയാണ്, സ്തുതി പറയുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ആമേൻ. അടുത്തത് കർത്താവിന്റെ വചനം പറയുന്നത്, the God that you serve is able to preserve you. Praise the Lord. ആമേൻ. സ്തുതി പറയാൻ ഒക്കുന്നുണ്ടോ? ആമേൻ. നിന്നെ ചെയ്യുവാൻ ഉള്ളവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കൊന്ന് വായിക്കണേ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. പ്രൈസ് ഗോഡ്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. പുരുഷാരമല്ല ഇപ്പൊ എവിടെ? കടലിനകത്താ. സ്തോത്രം. പിന്നെ പുരുഷാരമല്ല പത്രോസും കൂട്ടരും. പിന്നെ വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി. നിനക്കൊരു പക്ഷേ തോന്നാൻ ഞാൻ കർത്താവിങ്കിൽ നിന്ന് അകന്നു പോയെന്ന്. ആമേൻ. സ്തുതി പറയാനൊക്കെ ദൈവജനമേ, അനേക മൈൽ ദൂരത്ത് നീ നിൽക്കാതെ നിനക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അവിടെ കാറ്റുണ്ടാകും, അവിടെ ഓളമുണ്ടാകും. ആമേൻ. നിന്നെ കാക്കുന്നവൻ, നിന്നെ പ്രിസർവ് ചെയ്യുന്നവൻ സ്വർഗത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഈ മൊമെന്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. വായിച്ച റോസനെ. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. പടകോ കരവിട്ടിട്ട് പല നാഴിക. ഒരു നാഴിക എന്ന് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു കേട്ടോ 1.5 മൈലോറ്റമാണ്. അപ്പൊ പല നാഴിക എന്ന് പറഞ്ഞാൽ അനേക മൈൽ അപ്പുറമായത്. കാറ്റ് പ്രതികൂലമായി ഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ഹല്ലേലൂയ, കാറ്റ് പ്രതികൂലമായി ഭവിക്കുമ്പോൾ, ആമേൻ. സ്തുതി പറ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കാറ്റ് പ്രതികൂലമായി വ്യാപരിക്കുമ്പോൾ, നിനക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ലക്ഷ്യം വിട്ടിരിക്കുമ്പോൾ, പടക് കൺട്രോൾ ചെയ്യാൻ വയ്യാതിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാതിരിക്കുമ്പോൾ, എന്റെ ദൈവം ഉയരത്തിലുണ്ടെന്ന്, മലയിലിരിപ്പുണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം. ആമേൻ. രാത്രിയുടെ 4-ാം യാമം. ഏറ്റവും ബെസ്റ്റ് ഉറങ്ങാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ആമേൻ രാത്രിയുടെ 4-ാം യാമമാണ്. ഹല്ലേലൂയ. 4-ാം യാമത്തിൽ എന്റെ ജനം, എന്റെ മക്കൾ, പ്രൈസ് ദി ലോർഡ്, അവർ കടലിൽ വീഴുന്നു, അവിടെ കൊടുങ്കാറ്റടിക്കുന്നു, അവിടെ ഓളങ്ങൾ ഉണ്ടായി എന്നറിയുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രം. ആ മലയുടെ മണ്ടയ്ക്കൊന്ന് അവൻ കടലിൽ മീതെ നടന്നു വരികയാണ്. നമുക്ക് സ്തോത്രം പറയാനൊക്കെ ജനവേ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ തന്നെ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. എന്തോ അവൻ എഴുതിക്കുന്നത്? രാത്രിയിലെ 4-ാം യാമത്തിൽ കട്ടലിന്മേൽ നടന്നവരുടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ വേണ്ട കംപ്ലീറ്റ് സയൻസ് ഫെയിലായി. കംപ്ലീറ്റ് ഫ്ലോട്ടിംഗ് തിയറി എല്ലാം ഇവിടെ തീർന്നു. ആമേൻ, ആമേൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിന്മേൽ നടക്കാനോ? നിന്റെ ബുദ്ധിക്കപ്പുറത്ത്, നിന്റെ ചിന്തനങ്ങൾക്കപ്പുറത്ത്, നിന്റെ തിയറിക്കപ്പുറത്ത്, ലോകത്തിന്റെ നിയമത്തിനപ്പുറത്ത്, ദൈവത്തിന്റെ നിയമത്തിനപ്പുറത്ത് എന്റെ ദൈവം അവൻ നടന്നു വന്ന്, ആമേൻ. സ്തുതി പറയാനൊക്കെ ദൈവജനമേ, അവൻ വെള്ളത്തിൽ കൂടി ഇങ്ങോട്ട് നടന്നു വരുമെന്ന്.
മനുഷ്യന്റെ ചിന്തനങ്ങൾക്ക് അപ്പുറമായിട്ട് സകല നാച്ചുറൽ തിയറംസിനെയും മറികടന്നിട്ട് എന്റെ രക്ഷിതാവായ നസ്രേനായ യേശു ക്രിസ്തു ആമേൻ അവൻ വെള്ളത്തിന്മീതെ നടന്നു വരും. ഇന്ന് പകൽ ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഈ സന്ധ്യയെങ്കിൽ ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം നടന്നു വരാൻ പോവുകയാണ്. ആമേൻ. നാച്ചുറൽ ആയിട്ട് ഇത് സംഭവിക്കത്തില്ല നിനക്ക് തോന്നിയാൽ, നീ മുങ്ങുന്ന നിനക്ക് തോന്നുമ്പോൾ, എന്റെ ദൈവം സകലത്തെയും മറികടന്ന് സകലവിധമായ സയൻസിന്റെ ആമേൻ ആ തിയറംസിനെ മറികടന്നിട്ട് അവൻ കടലിന്മീതെ ഇങ്ങോട്ട് നടന്നു വരാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കാൻ സാധിക്കണ്ടോ ദൈവജനമേ? ആമേൻ. നമ്മളൊരു പ്രത്യേക ജനമാക്കട്ടോ. നമ്മള് ലോകക്കാരുടെ കൂടെ എണ്ണുന്നവല്ലെന്ന്. ആമേൻ. ആശയ്ക്ക് വിരോധമായി നീ വിശ്വസിക്കുമെങ്കിൽ, ആമേൻ, ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുമെങ്കിൽ അത് സംഭവിക്കും ദൈവജനമേ. ഹല്ലേലൂയ. അബ്രഹാമേ, നിനക്ക് 100 വയസ്സ് എന്നാലും സാറായതിന്റെ ഗർഭപാത്രത്തിന്റെ ആമേൻ ആ എനർജി നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും ആമേൻ നീ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുമെങ്കിൽ ആമേൻ ജീവിക്കുന്ന ഒരുവനുണ്ടെന്ന്. സ്തോത്രം പറയാനൊക്കെ ഉണ്ടോ ദൈവജനമേ? സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. ആമേൻ. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പ്രേമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. യേശു അവരോട്, നിന്റെ നിലവിളി ആമേൻ ഇതെന്തുവാന്ന് ചിന്തിച്ച് നീ നിലവിളിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ ഇമ്പവേറിയ ശബ്ദം, ധൈര്യപ്പെടുക, be courageous, be strong, it is me, I am the I am. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് പത്രോസ് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടത് മതി നിർത്തിക്കൂ. പിന്നെ യേശു ആ വെള്ളത്തിൽ നടന്നു പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ പുത്രനാ. അതുകൊണ്ട് കർത്താവ് അവന്റെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു ജനനം എന്ന ഒരു ബയോളജിക്കൽ ജനനം അല്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ കർത്താവ് അവന്റെ സൂപ്പർ നാച്ചുറൽ പവറിലും അതോറിറ്റിയിലും ആമേൻ അവന്റെ ദൈവത്വത്തിലും അവൻ കടലിൽ മീതെ നടന്നെങ്കിലും പത്രോസേ നീ ആരാ? യു ആർ ഫ്രം എ ബയോളജിക്കൽ ബർത്ത്. ആമേൻ. ഹല്ലേലൂയ. യു ആർ എ മാൻ ഫ്രം ദിസ് വേൾഡ്. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, നമ്മൾ ഈ വേൾഡിലുള്ളവരാണെങ്കിലും we have some supernatural power in us. പറയാനൊക്കുന്നുണ്ട്. നിനക്ക് അസാധാരണമായി പ്രവർത്തി ചെയ്യുവാൻ. നിന്നെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിന് കരമുയർത്തി സ്തോത്രം പറ. ആമേൻ. എന്റെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും ദൈവജനമേ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വിഷയങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമായ വിഷയങ്ങൾ ചെയ്യുവാൻ നിന്നെ ദൈവം ശക്തീകരിക്കും. സ്തോത്രം പറയാനൊക്കുന്നുണ്ട്. The God we serve is a God who will protect you. Amen. The God you serve, He will preserve you. Be it in the midst of the sea, be it in the midst of a hallelujah storm, our God is able to protect you and preserve you. ദൈവത്തിന് സ്തോത്രം. അടുത്ത പറയുകയാണ്, the God we serve is able to provide you. Amen. With whatever you need. Amen. Hallelujah. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആമേൻ. മഴ പെയ്തെല്ലാം കൽപ്പിച്ചു, ഔവണ്ണം തന്നെ സംഭവിച്ചെങ്കിൽ ആമേൻ കർത്താവ് അവനോട് പറയുക. ആമേൻ. വാക്യം വായിച്ചാലേ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് തൊട്ടിനരികെ ഒളിച്ചിരിക്കുക. ആമേൻ. എന്ത് പടിഞ്ഞാട്ട് എന്താ പറയുന്നത്? യോർദാൻ കിഴക്കാ ദൈവജനമേ. ആമേൻ. മരണയോർദാൻ കിഴക്കാന്ന്. ആമേൻ. അവിടെ അപ്പുറമാ ചെല്ലേണ്ടിയെന്ന് സ്തുതി പറയാനൊക്കുന്നുണ്ടോ? തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. ഭക്ഷണം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് തന്നെ ഏതോ ഒരു കാക്കയോട് കർത്താവ് കൽപ്പിച്ചെന്ന് സ്തുതി പറയാനൊക്കുന്നുണ്ടോ ദൈവജനമേ? നീ പോകുന്നിടത്ത് ഹല്ലേലൂയ അവിടെ മരണയോദ്ധാറുണ്ടെങ്കിലും അതിനപ്പുറത്തൊരു തോടുണ്ടെങ്കിലും
അത് വറ്റിപ്പോയാലും ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് വറ്റുന്നതിന് മുമ്പേ ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചത്. എന്തുമാത്രം കാക്കയുണ്ട് ദൈവത്തിന്. സ്തോത്രം സ്തോത്രം. കാക്ക എണ്ണി തീർക്കാൻ ഒക്കുവോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കാക്കയോട് ദൈവം നേരത്തെ കൽപ്പിച്ചെന്ന്, നീ പോകുന്നിടത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും നിനക്ക് പ്രൊവൈഡ് ചെയ്യുവാനും. ആമേൻ. ദൈവത്തിന്റെ മീഡിയം ഉണ്ടല്ലോ. വലിയ ബുദ്ധിമാന്മാരല്ല, ദൈവം വലിയ പഠിത്തമുള്ള PhD-കാരല്ല. ആമേൻ. ഒരുപാടൊക്കെ പഠിച്ച ആൾക്കാരല്ല, മറിച്ച് ദൈവത്തിന്റെ ആർമറിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രൊവിഷണൽ ഹല്ലേലൂയ ആ പ്രൊവിഷൻ അകത്ത് ആമേൻ മനുഷ്യരോട് ഇടങ്ങാത്തതായ ജീവികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതായിരിക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സ്തോത്രം പറയാൻ ഒക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതിനോട് കർത്താവ് നേരത്തെ കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. യോനേനി കടലിന്റെ അടിത്തട്ടായിരുന്നാലും ആമേൻ ആ എത്ര വലിയ തിമിംഗലമായിരുന്നാലും ഹല്ലേലൂയ ലക്ഷ്യമില്ലാതെ പോകുന്നതായ തിമിംഗലമായിരുന്നാലും അതിനെ ലക്ഷ്യത്തിൽ ആമേൻ ആമേൻ ലക്ഷ്യത്തിൽ അതിനെ നീന്തിപ്പിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം അതിന്റെ ബുദ്ധിക്കകത്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇത് പറയാനൊക്കുമോ? നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിനക്കായി കരുതുന്നതാകയാൽ ആമേൻ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടിരിക്കുക. ഈ കൊറോണയുടെ സമയത്ത് ആമേൻ മനസ്സുരുക്കൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടും പുറമോട്ടും പോകാൻ വയ്യാതെ ആമേൻ ഒരു ഫ്രീ ആയിട്ടൊരു ഡീലിംഗ് ചെയ്യാതിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നീ ജനമേ ഹല്ലേലൂയ നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അടുത്ത 2 അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മുടെ സഭയിലുള്ള എല്ലാവിധ ആമേൻ എല്ലാ വിശ്വാസികളുടെ മേലും വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമായ അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്തോത്രം സ്തോത്രം. കെരീന്ത് തൊട്ടി ആമേൻ പറ്റിപ്പോകും ദൈവജനമേ. കെരീന്ത് താമേൻ ഹല്ലേലൂയ വറ്റിപ്പോകുമ്പോൾ ആമേൻ. വായിച്ചട്ടെ 7 വാക്യം. പ്രൈസ് ഗോഡ്. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. കേൾക്കണേ, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞപ്പോ ഉണ്ടപ്പോ മഴയില്ലാതിരിക്കല്ലയോ? ഞാൻ പറയാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് പുള്ളി നേരത്തെ പ്രവചിച്ചതല്ലയോ? ഇപ്പൊ മഴയുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല. ആമേൻ ഒഴുക്ക് നിലച്ച് ആമേൻ തൊട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. ആമേൻ. അവിടെ അപ്പോൾ വീണ്ടും ആ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കെരീന്തോട്ടിലായി ഇപ്പം അവിടെ മനുഷ്യനുമില്ല, മാഞ്ചാതിയുമില്ല, ഒന്നുമില്ല. അവിടെ ആ കാക്ക വരും, കുറെ ഇറച്ചിയൊക്കെ കൊണ്ട് കൊടുക്കും, പുള്ളിയെ തിന്നിരിക്കുകയാണ്. ആമേൻ. സഹായത്തിന് ഒരു ജീവവ്യക്തികളിരിക്കുന്നിടത്ത് ആ റിമോട്ടസ്റ്റ് ഏരിയയിൽ ആമേൻ ദൈവം ഏലിയാവോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ സംസാരിച്ചത്? നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നീ എഴുന്നേറ്റ് സീദോനോട് ചെന്ന് സരാഫത്തിലേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. സൈദോൻ എന്ന് പറയുന്നത് ഫലസ്തീനികളുടെ ദേശമാണ്. ആമേൻ. ബാശാൻ രാജാവ് ഓഗിന്റെ ദേശമാണെന്നാ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ ആമേൻ the uncertainty is going to become a certainty. ഇത് പറയാൻ ഒക്കുന്നുണ്ടോ? അവിടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു അല്പം ഉണ്ട്, ഒരു തീയൊക്കെ കത്തിച്ച് ആ ചെറുക്കനും അവളും കൂടെ തിന്നു വെച്ച് ചാകാൻ നോക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. Is able to do things, accomplish, amen, amen. He is able to accomplish things from, amen, uncertainty to certainty, amen. The God we serve, hallelujah, is a God that protects you. The God we serve, amen, He is able to preserve you. The God we serve, He is able to give you provisions of your life. Israel janam മരുഭൂമിയിലായിരിക്കുമ്പോൾ രക്തത്താൽ ജയമെടുക്കാം. ഒന്ന് വായിച്ചേ, വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21 വായിച്ചു. സ്തോത്രം.
പുറപ്പാട് 13:21. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ ഒന്ന് നിർത്തണേ. യാത്ര ചെയ്യുന്നത് ദൈവജനമേ, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. മരുഭൂമി കൂടാണ്. അവിടെ വെള്ളമില്ല. ആമേൻ. അവിടെ മരീചികയുണ്ട്, ചൂടേറിയ അനുഭവമുണ്ട്. ആമേൻ. അവിടെ എന്തോ പറയുന്ന വിഷപ്പാമ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചൂടിന്റെ കാഠിന്യം. ആമേൻ. ആ ദേശത്തൂടെ നീ സഞ്ചരിക്കുമ്പോൾ, ആമേൻ, അടിമ വീടായ മിസ്രയീമിൽ നിന്നെ വിടുവിച്ച് ദൈവം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവർ പറയുകയാണ്, ദൈവം കൊടുത്ത പ്രൊവിഷൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ആമേൻ. നിനക്ക് ചൂട് തട്ടാതിരിക്കുവാൻ, രാത്രി നിനക്ക് വെളിച്ചം തരുവാൻ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകൽ മേഘസ്തംഭവും. വായിച്ചു. പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ശ്രദ്ധിക്കണേ, അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നെന്ന്. ആമേൻ, ഹല്ലേലൂയ. മുമ്പിലുള്ളതായ കർത്താവിന്റെ പിമ്പിൽ വന്നെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചങ്ങനെ 14:22. ആമേൻ. മോശ കടലിന്മേൽ വായിച്ചോ. കടലിൽ കൈതി. അന്ന് യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ശ്രദ്ധിക്കണേ, മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നതായ ദൂതൻ പിന്നാലെ വന്നത്. കാരണം നിന്നെ തകർത്ത് കളയുവാൻ പുറകെ വരുന്നുണ്ട് 10-600 രഥങ്ങളുമായിട്ട്. സ്വന്തം ഇസ്രായേലിലെ മൊത്തം പടയാളികള് ആളും തോമായിട്ട് മത്സരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും എത്തില്ല. മുമ്പ് പോയിരുന്ന ദൂതൻ പുറകിൽ വന്നിട്ട് എന്തോ എടുത്ത് വായിച്ചേ. മുൻപിൽ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുൻപിൽ നിന്ന് മാറി മുൻപിൽ പോയി നിന്നു. കേക്കണേ, മേഘസ്തംഭം പറയുന്ന ദൈവത്തിന്റെ എല്ലാവിധമായ ആർമറിയും പുറകെ വന്നെന്ന്. സ്തോത്രം. രാത്രി മുഴുവനും ഇസ്രായേലിയരുടെ സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. രാത്രിയിൽ അവർക്ക് കേട്ടോ ഇരുട്ടാ. ഇവിടെ ഇപ്പുറത്തെ മേഘസ്തംഭം, അഗ്നിസ്തംഭം ഉണ്ട് കേട്ടോ. വഴിക്ക് അവിടെ വെളിച്ചമുണ്ടെന്ന്. ദൈവജനമേ, നമുക്ക് സ്തോത്രം പറയാനൊക്കുന്നുണ്ടോ? നീ ദൈവസഭയിൽ ഒരു അംഗമായി തീർന്നത്, നീ ദൈവത്തിന്റെ ഒരു പൈതലായി തീർന്നത്, ആമേൻ, നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഭാഗ്യം വായിച്ചേ. പിന്നെ അവർ തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്കും മേഘവും അന്ധകാരവുമായിരുന്നു. ശരിയല്ലേ, അവർക്ക് മേഘവും അന്ധകാരവും. ഇവർക്കോ രാത്രിയെ പ്രകാശം. ഇവിടെ രാത്രി നല്ല പ്രകാശം, ഇരുട്ടിൽ നടക്കത്തില്ലെന്ന്. പിന്നെ മോശ കടലിന്മേൽ കൈ നീട്ടി. മോശ മുൻപോട്ടും പുറകോട്ടും പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ അവൻ കടലിന്മേൽ കൈ നീട്ടി. ശ്രദ്ധിക്കണേ ദൈവജനമേ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, നിന്നെ പ്രിസർവ് ചെയ്യുവാൻ, ആമേൻ, നിനക്കൊരു പ്രൊവിഷൻ തരുവാൻ, ആമേൻ, ഹല്ലേലൂയ. യഹോവയായ ദൈവം നിന്റെ മുന്നിൽ പോയിക്കൊണ്ട് നിന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നവൻ നിന്റെ പുറകിൽ ശത്രു വരുമെന്ന് കണ്ടപ്പോൾ അവൻ പുറകിൽ വന്ന് നിന്നിട്ട്, ആമേൻ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അതിശയം. ആമേൻ. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അതിശയം ഇനി സംഭവിക്കാനും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സൂയസ് കനാൽ വെട്ടെങ്കിലും കുറച്ചുള്ള ഒരു തോട് പോലെയുള്ള ദൈവജനമേ അത്. അതിന്റെ മണ്ടയ്ക്കോട്ട് കയറിയ സൂയസ് കനാലാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഇവിടെ നോക്കിയേ, ദൈവം, ആമേൻ, മോശയുടെ വിശ്വാസത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഹല്ലേലൂയ ആഘാതം ഇവിടെ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. സ്തോത്രം പറയാനൊക്കുന്നുണ്ടോ? ദൈവമേ, നീ മുന്നോട്ടും പുറമോട്ടും പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നിനക്ക് ഹല്ലേലൂയ എങ്ങനെ സഹായം വരുമെന്ന് നീ ഓർത്തിരിക്കുമ്പോൾ, LPC ഫിലാദൽഫിയയിലെ ചർച്ചിലുള്ളതായ എല്ലാ ദൈവജനമേ, നിങ്ങളുടെ കുടുംബങ്ങൾ ദൈവം അടുത്ത 2 മാസത്തിനകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം.
നിങ്ങളെ നിത്യമായി അനുഗ്രഹിക്കും. സ്തുതി പറയാൻ ഒക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ സ്തോത്രത്തിന്റെ ശബ്ദം ഉയർത്ത്, നീ ദൈവത്തെ വാഴ്ത്ത്. ഹല്ലേലൂയ. 5 അപ്പത്തെയും 2 മീനെയും ആമേൻ യേശു കയ്യിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി സ്തോത്രം ചെയ്ത് തുതിച്ചപ്പോൾ അത് ഹല്ലേലൂയ ആമേൻ അനേക പുരുഷാരം ഭക്ഷിച്ച് അനേക കൊട്ടകൾ നിറച്ചെടുത്തെങ്കിൽ ദൈവത്തെ നീ വാഴ്ത്ത്, ദൈവത്തെ നീ സ്തുതിക്ക്, നിന്റെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്ക്. എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ മുൻപുറവും പിൻപുറവും ആമേൻ നിന്നെ സൂക്ഷിച്ചിട്ട് മനുഷ്യർക്കാർക്കും ബുദ്ധിയിൽ ഒതുക്കാൻ വയ്യാത്തതായ വിഷയം അവനൊരു കാറ്റടിപ്പിച്ചിട്ട് ആമേൻ ആ റെഡ് സീ അവൻ വിഭാഗിച്ചെങ്കിൽ ദൈവത്തിന് മഹത്വം മഹത്വം. നമുക്ക് വേണ്ടി അവൻ ചെയ്യാതിരിക്കുമോ? കുഞ്ഞാടിന്റെ രക്തത്താൽ പിടിപ്പിക്കപ്പെട്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിനു വേണ്ടി ആമേൻ ആമേൻ അഗ്നിസ്തംഭവും മേഘസ്തംഭവും നിർത്തിയെങ്കില്, അവരെ ചെങ്കടൽ കൂടെ കടത്തിയെങ്കില്, ആമേൻ അവർക്ക് വെള്ളമില്ലാതിരിക്കുമ്പോൾ അവർക്ക് തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവൻ, ആ സാധ്യങ്ങളിൽ നിന്ന് സാധ്യത പുറപ്പെടുവിച്ചവൻ ജീസസ് ജീസസ് ജീസസ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഐപിസിലെ ഫിലാദൽഫിയയിലെ ദൈവജനമേ, ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ, ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുവീൻ. Amen. He will protect you. He will preserve you. Amen. He will provide you. Hallelujah. Praise God. Amen. 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 He will also provide a governance to you. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം വായിക്കണ റോസമേ, വായിച്ചാട്ടെ. വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ വായിക്കാം 3-ാം വാക്യം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 3-ാം വാക്യം. Praise the Lord. ഉറക്കെ വായിച്ചാട്ടെ. അവന്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവന്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം. അയ്യോ നിർത്തണേ. പ്രൈസ് ദി ലോർഡ്. അവനെ ആമേൻ ഈ ജോയ് ഫിലിപ്പിനെ കാണുന്നുണ്ടെ പുറമെ നോക്കിയാലെ കൊണ്ട് ഇതൊക്കെയാന്ന് തോന്നിയാൽ അവന്റെ അകം നോക്കും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെ അകത്തെ ദൈവം നല്ല ക്ലിയർ ആയിട്ട് വായിക്കുമെന്ന്. ആമേൻ. ശീമോന്റെ ഹൃദയത്തെ വായിച്ചു ദൈവം, സാറയുടെ ഹൃദയത്തെ വായിച്ചു ദൈവം. ആമേൻ. അന്നയുടെ ചുണ്ടനങ്ങുന്നത് അവൻ കണ്ടെന്ന്. നിന്റെ നിലവിളി ഉണ്ടല്ലോ, നിന്റെ നിലവിളി, നിന്റെ ഞരക്കം, ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയത്തിലെ വിങ്ങൽ, ഓ കൃപ, ഹല്ലേലൂയ. എന്റെ ദൈവം നസ്രയനായവൻ, ആമേൻ, അവൻ കാണുന്നത് പോലെ വിധിക്കത്തില്ല. ആമേൻ. നിന്റെ വിശ്വാസം, നിന്റെ വിശുദ്ധി, നിന്റെ ഹല്ലേലൂയ സിംപ്ലിസിറ്റി അവൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവരാണ്. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശീമോനെ, നീ കർത്താവിനെ വിളിച്ചത് നിന്റെ പ്രൗഢി കാണിക്കാനാണെന്ന് വരികിൽ, ആമേൻ, അപ്പുറത്തൊരു സ്ത്രീ, പാവനിയായ സ്ത്രീ, അവിടെ ഹൃദയത്തെ ദൈവം കർത്താവ് വായിച്ച് അവൾ ഹല്ലേലൂയ ആമേൻ പരിമള തൈലം കൊണ്ടൊഴിച്ച് തലമുടി കൊണ്ട് കാൽ തുവർത്തിക്കൊണ്ടിരുന്നതിന്റെ ഓബ്ജക്റ്റീവ് എന്താ മനസ്സിലായെങ്കിൽ നിന്റെ ഓരോ പ്രവൃത്തിയും, the minute works that you have, the minute thinking that is in within you, our God is understanding. Amen. He is not adjudging things, hallelujah, according to what he see. He will assess and adjudge you. Amen. What your thoughts are. Amen. How much you are holy. Amen. He will measure the holiness of your heart. Amen. അടുത്ത വാക്യം വായിച്ചേ. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും നിന്നെ കുറിച്ച് ആരെങ്കിലും ദുഷ്യ പറയുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടണ്ട. നിന്റെ ഹൃദയം ശരിക്ക് വഹിക്കുന്നവൻ, നിന്റെ സിംപ്ലിസിറ്റി കർത്താവ് കാണുന്നു. ആമേൻ. നിന്റെ നിർമ്മല തത്വം ദൈവം വാച്ച് ചെയ്യുന്നു. നിന്റെ കണ്ണ് കാണുന്നത് പോലെയല്ല. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ കണ്ണ് കാണുന്നത് പോലെയല്ല, അല്ലെങ്കിൽ അവൻ കേൾക്കുന്നത് പോലെയല്ല, അവൻ നിരൂപിക്കുന്നത് പോലെയല്ല. The governance of Jesus Christ is totally different. ആമേൻ. അടുത്ത വായിച്ചേ. സ്തോത്രം.
അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായപാലനം ചെയ്യും. ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കും. ദേശത്തിലെ സാധുക്കൾ, ദൈവമേ നമ്മളെല്ലാം സാധുക്കളാണ്. ആമേൻ. നമുക്ക് വേണ്ടി അവൻ നേരോടെ വിധി കൽപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും എല്ലാം അവൻ നൽകി തന്നവൻ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 45 വർഷങ്ങൾ എന്റെ ദൈവം എന്നോടുകൂടെ ഇരുന്ന് എനിക്ക് ആമേൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഉള്ളംകൈയിൽ വഹിച്ചവൻ. ആമേൻ. അവന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഘോഷിക്കുവാൻ I have no language with me. Amen. There is no word in the dictionary. Amen. How to express my gratitude, how to express my gratefulness to Jesus Christ for protecting me. വായിച്ച 3 വാക്യം വായിച്ച 21 അവന്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. പിന്നെ അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. കണ്ണു കാണുന്ന പോലെ അവൻ ന്യായപാലനം ചെയ്യുന്നില്ല. ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ കേൾക്കുന്നതൊന്നും വിധിക്കത്തില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും. എളിയവരായ നമുക്ക് ന്യായം പാലിച്ചു തരുന്നവൻ. ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കും. ദേശത്തിലെ സാധുക്കളായ നമുക്ക് അവൻ നീതി കൽപ്പിക്കുന്നവൻ. പിന്നെ നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. പിന്നെ തന്റെ വായ് കൊണ്ട് തന്റെ വായിന്ന് വടി കൊണ്ടവൻ ഭൂമിയെ അടിക്കും. മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. The God that you serve, amen, hallelujah, is a sovereign God, the mighty of the mightiest, hallelujah. He will preserve you, he will protect you, amen. He will provide all your needs, hallelujah. He has the governance, and finally he will accomplish his objective at our final times. ഒരു വാക്യം വായിച്ചു നിർത്തിയേക്കാം. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം വായിച്ചാട്ടെ. 4-ാം അധ്യായത്തിന്റെ 5 തൊട്ട് വായിച്ചാട്ടെ. 2 തിമോഥെയോസ് 4:5 തൊട്ട്. നീയോ സകലത്തിലും വായിച്ചോ. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ബി സിമ്പിൾ. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുക, നമ്മുടെ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. അടുത്ത വാക്യം വായിച്ചോ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴിക്കപ്പെടുന്നു. നമ്മളെ ഒരു യാഗമായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നിര്യാണകാലവും അടുത്തിരിക്കുന്നു. കേൾക്കണേ, നമ്മുടെ പൗലോസേ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വളരെ മനോഹരമായി വാക്യ സകലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ആമേൻ. സാധുക്കളായ നമ്മൾക്ക് വേണ്ടി ന്യായം നടത്തുന്നവൻ, നീതി പുലർത്തുന്നവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ഫലം തരുന്നവൻ. സ്തോത്രം. നിന്നെ ഒരു സമയം ഒരു കിരീടമണിയിച്ചിട്ട് എന്റെ ദൈവത്തിന്റെ സന്നിധി നിന്നെ നിർത്തി ഉയർത്തുന്ന ദിവസം വരുന്നു. അവിടെ കരവേർത്ത് സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സമയം അനുവദിച്ചതായ ദൈവത്തിന്റെ ഭൃത്യൻ പാസ്റ്റർ നെബോ മാത്സറുകൾ ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. എന്റെ വിലപ്പെട്ട ദാസനിലൂടെ നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഓർത്ത് എല്ലാവരും ഒരു നിമിഷം കൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. രാത്രി കേൾക്കപ്പെട്ടതായ തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു വലിയ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. ഈ മരുഭൂമി യാത്രയിൽ, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ആ കർത്താവ് തന്നെ നമ്മെ കരം പിടിച്ച് നടത്തുന്നു എന്നുള്ള ആ വലിയ സന്തോഷം, ആ വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവകൃപയ്ക്കുള്ളിൽ സൂക്ഷിക്കട്ടെ. അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നാം എല്ലാവരും